السلام عليكم ورحمة الله وبركاته. حديث ക്ലാസ് 1287. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്നു, അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരയൽവാസിയെ നിസാരമായി കാണരുത്. വലൗ ഫിർസിന ഷാത്തിൻ, അതൊരു ആടിന്റെ കുളമ്പാണെങ്കിലും ശരി. നാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്തൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടെങ്കിലും നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഹദിയ കൊടുക്കണം. അതൊരു നിസാരമായി കാണരുത്. അത് കുറച്ചല്ലേ ഉള്ളൂ, ഇതെങ്ങനെയാണ് കൊടുക്കുക? ഉള്ളത് എത്രയാണെങ്കിലും അത് അയൽവാസിക്ക് കൊടുക്കണം. അത് പരസ്പര സ്നേഹം വർദ്ധിക്കാനും നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാനും അത് കാരണമാകും. അതാണ് അതൊരു കുളമ്പ്, ഒരാടിന്റെ കുളമ്പാണ്, വളരെ നിസാരമാണ്. അതിന് ഉദാഹരണം പറഞ്ഞതാണ്. വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ശരി, നിങ്ങളത് നൽകണം. ഇത് പ്രത്യേകം സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഒന്ന്, സ്ത്രീകളാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ അയൽവാസികളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. മറ്റൊന്ന്, സ്ത്രീകൾക്കാണ് ചെറിയ വസ്തുവിന് നിസാര വസ്തുവാകുമ്പോൾ അത് ചെറുതായി തോന്നുന്നത്. ഇത്ര കുറച്ചല്ലേ ഉള്ളൂ, ഇതെങ്ങനെ നമ്മൾ കൊടുക്കുക എന്ന് തോന്നും. അതാണ്, വളരെ ചെറുതാണെങ്കിലും ഉള്ളത് കൊടുക്കുമ്പോൾ അത് അവർക്ക് പരസ്പരം മഹബത്തും സ്നേഹവും ഉണ്ടാവാൻ അത് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഏത് സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോഴും അയൽവാസിയെ പരിഗണിച്ചുകൊണ്ട് ഉണ്ടാക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു ഹദിയ നമ്മൾ കൊടുത്തയക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവാൻ അത് കാരണമാകും എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കേണ്ടവരൊക്കെ പരിഗണിക്കാനും നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.